അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് കൊട്ടിയൂരെ വിശേഷങ്ങളുമായി വന്നാലോ? ഇന്ന് നമ്മൾ രാത്രി കൊട്ടിയൂർ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. കൊട്ടിയൂർ വിശേഷങ്ങൾ കണ്ടാലോ? ഇതാണ് നമ്മുടെ കൊട്ടിയൂർ പാർക്കിംഗ് ലോട്ട് കേട്ടോ. ദേവസ്വം ബോർഡിൻ്റെ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് എല്ലാം ഒന്നും ഏകദേശം ഫുള്ളാണ്. ഈ ഒരു പാർക്കിംഗ്, ഇത് നമ്പർ 3 പാർക്കിങ്ങാണ്. അവിടെ എല്ലാം ഓടപ്പൂ വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഓടപ്പൂ വെക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഇതാണ് മെയിൻ റോഡ് കേട്ടോ. പാൽച്ചുരത്തേക്കും കേളകത്തേക്കും പോകുന്ന വഴിയായത്. റൈറ്റ് കേളകവും ലെഫ്റ്റ് പാൽച്ചുരം വയനാട് പോകുന്ന റോഡായത് കേട്ടോ. നല്ല രസമില്ല കാണാൻ. രണ്ട് സൈഡിലും മുഴുവനും കടകളാണ് കേട്ടോ. പലതരം സാധനങ്ങളും ഓടപ്പൂയും അലുവയും പൊരിയും ഒക്കെ വെക്കുന്ന ഓടപ്പൂ കണ്ടോ നിങ്ങൾ? നല്ല രസമില്ലേ വെളുത്തിട്ട് കാണാൻ. അങ്ങനെ കൊട്ടിയൂർ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. അതേ അച്ഛനും അമ്മയും പിള്ളേരും എല്ലാം ഇങ്ങനെ ഭാര്യയെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ പിന്നിലേക്ക് കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നും പോകുന്നുണ്ട്. നല്ല മിഠായി കടയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? അലുവയുണ്ട്, മുറുക്കുണ്ട്, പൊരിയുണ്ട്, അതുപോലെ ഓടപ്പൂ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് പൈസ അധികമാണ്. ഒരു ചെറിയ ഓടപ്പൂ 100 രൂപ. ഇതാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. കൊട്ടിയൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട ബസ് കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ ബസ്സുണ്ട്. KSRTC ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, ലിമിറ്റഡും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ നിന്ന് പല ഭാഗത്തേക്കും കണ്ണൂരേക്കും വയനാട്ടിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകളുണ്ട് കേട്ടോ. എല്ലാ സൗകര്യവും ഇവിടെ നിന്നുണ്ട്. പക്ഷെ തിരക്ക് നമ്മളിന്ന് രാത്രി വന്നുകൊണ്ട് തിരക്ക് ഇച്ചിരി ഇതാണ് ഓട്ടോ സ്റ്റാൻഡ്. അതിൻ്റെ മുമ്പിൽ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ കാണുന്നതാണ് ഇക്കരെ കൊട്ടിയൂരിൻ്റെ ക്ഷേത്രം മുകളിലേക്ക്. ഇത് ഈ കാണുന്ന കവാടമാണ് അക്കരെ കൊട്ടിയൂർ. നമ്മൾ അക്കരെ കൊട്ടിയൂർ പോയിട്ടാണ് തിരിച്ചിങ്ങോട്ടേക്ക് വരിക. ആദ്യം അക്കരെ, ഇതാണ് ഇക്കരെ കൊട്ടിയൂരിൻ്റെ കവാടം. ഇതാണ് മെയിൻ എൻട്രൻസ്, നടുക്കുള്ള എൻട്രൻസ് ആയത് അക്കരെ കൊട്ടിയിലേക്ക് പോകുന്നത്. നമ്മളങ്ങനെ അക്കരെ കൊട്ടിയിലേക്ക് ആദ്യം പോയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരാമെന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ പോകുന്നത്. ഓടപ്പൂയുടെ കടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിറച്ചും ഓടപ്പൂയും ഉണ്ട് കേട്ടോ. എന്തോ ഒരു ഓടപ്പൂ എന്നൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ? നമ്മൾ പോയാൽ എല്ലാവരും മേടിച്ചിട്ട് വരൂലേ ഓടപ്പൂ? കൊട്ടിയൂർ പോയാൽ ഓടപ്പൂ തീർച്ചയായിട്ടും കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളങ്ങനെ അക്കരെ കൊട്ടിയൂർ ലക്ഷ്യമാക്കി പോകേണ്ട. നല്ല ടോയ്സൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പൈസയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അക്കരെ കൊട്ടിയൂരേക്ക് നടന്നു പോകുന്ന എല്ലാവരും കുടുംബത്തോടെ. അവിടെയൊക്കെ നല്ല കല്ലുപാകി നല്ല അതിമനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് ഭക്തജനങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ബാവലിപ്പുഴയെന്ന് പാൽച്ചുരത്തിന് ഒഴുകിപ്പരുന്ന ആദ്യത്തെ പാലമായത് കേട്ടോ. അക്കരെ കൊട്ടിയൂരത്തിന് മുമ്പേ ഈ പാലം കടന്നിട്ട് വേണം നമ്മൾ തിരുവഞ്ചൂർ ലക്ഷ്യമാക്കി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡും എല്ലാം നോക്കി കൃത്യമായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. വെള്ളമെല്ലാം കുറവാണ്. മഴ കുറവായതുകൊണ്ട് വെള്ളം ഇച്ചിരി കുറവുണ്ട്. എന്നാലും തിരുവഞ്ചൂരിലൊക്കെ കാൽപാദം മുങ്ങാനുള്ള വെള്ളമുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട്. ഇവിടെയൊക്കെ നല്ല നടപ്പന്തൽ പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞ് ഞാൻ 2 വർഷം മുമ്പ് വരുമ്പോൾ ഉണ്ടായില്ല. ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സൂപ്പറാണിപ്പം. ഇവിടെ നിന്ന് നമുക്ക് ലൈന് നിന്നിട്ട് പോകാൻ തിരക്ക് കൂടിയാൽ കണ്ട. ഇവിടെ നമ്മുടെ ചെരുപ്പ്, ബാഗ്, കുട എല്ലാം വെക്കാനുള്ള ക്ലോക്ക് റൂമുകളും ഇഷ്ടം പോലെയുണ്ട്. തിരുവഞ്ചൂരുടെ 2 സൈഡിലും ഒരു 3-4 ക്ലോക്ക് റൂമുണ്ട് കേട്ടോ. തിരക്ക് കുറവായതുകൊണ്ട് ക്ലോക്ക് റൂമിലൊക്കെ തിരക്ക് കുറവാണ്. എന്നാലും എല്ലാ സൗകര്യമുണ്ട്. അതുവഴി നടന്നു പോകാം. ഇവിടെ ഇതുപോലെ ഈ പാലത്തിലേക്കൂടെ കയറിയിട്ടും പോകാം. അങ്ങനെ നമ്മൾ തിരുവഞ്ചൂരുടെ കരയിലെത്തി കേട്ടോ. നമ്മൾ ആദ്യം അവിടെ കയറി തൊഴുത് ഇതിലേക്കൂടെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ആനയുടെ പ്രദർശനം നടക്കുന്നുണ്ട് തിരുവഞ്ചൂരിൽ. അതുകൊണ്ട് ആന ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ. അപ്പോൾ ആന 2-3 റൗണ്ട് അടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല. പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ടപ്പം പിന്നെ എനിക്കൊരു ആഗ്രഹം വീഡിയോ എടുത്തേക്കാമെന്ന്. നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവമല്ലേ, എല്ലാവരും കാണട്ടെ. അങ്ങനെയല്ലേ ലോകം അറിയുന്നത് നമ്മുടെ കൊട്ടിയൂരപ്പനെ അല്ലേ? അപ്പോൾ അതിലെല്ലാവരും സന്തോഷിക്കുമല്ലോ വേണ്ടത്. അവിടെ എന്താണ് എന്നറിയില്ല. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ പാടില്ല എന്നൊക്കെ എല്ലാ സ്ഥലത്തും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ട്. അവിടെ പാടില്ലെന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല. കണ്ട, ആനയുടെ എഴുന്നള്ളിപ്പാണ് ഇത്. എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നൊക്കെ ഉള്ളതെല്ലാം അറിയുന്നവർ കമൻറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ പറയും. ആന 2 നല്ല കുട്ടിക്കൊമ്പന്മാർ വരുന്നുണ്ട് തിരുവഞ്ചൂർ പ്രദർശനം വെച്ചുകൊണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരൊക്കെ കാണിച്ചു തരണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ എടുത്തതാണ്. തെറ്റാകുമോ?
തെറ്റുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും എല്ലാവരും എടുക്കുന്നു, എന്നാൽ പിന്നെ നമുക്കും എടുക്കാം എന്ന് വിചാരിച്ച് ഞാനും എടുത്തു. നമ്മുടെ നാട്ടിലെ ഉത്സവം എല്ലാവരും അറിയണ്ടേ, കാണാൻ പറ്റാത്തവർ ഇതുപോലെയൊക്കെ കാണട്ടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഒന്നും അടിക്കാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും ഫുൾ വീഡിയോ, അപ്പോൾ എല്ലാവരും കാണണം. മറന്നു പോയത് KL59 ലുട്ടാപ്പി ബ്ലോഗ്സാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല കുട്ടിക്കൊമ്പൻ കണ്ട 3 റൗണ്ട് വെച്ചിന് നമ്മൾ പോയതിന് ശേഷം. നല്ല രസമില്ലേ ആനക്കുട്ടന്മാരെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ആന അവിടെ ഇരുന്ന് പ്രധാനപ്പെട്ട തിടമ്പേറ്റിയ ആളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയേക്കുന്നത്. അങ്ങനെ അതേ ആന എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ആന പാർക്കുന്ന സ്ഥലത്തേക്ക് കൊട്ടിലേക്ക് പോവുകയാണ്. മുകളിലാണ് അതിൻ്റെ കിടപ്പ് സ്ഥലം. അങ്ങനെ നമ്മൾ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് തിരിച്ച് നമ്മൾ മെയിൻ സ്ഥലത്തെത്തി. ഇക്കരെ കൊട്ടിയൂർ കണ്ട ഓടപ്പൂ കണ്ട നിങ്ങൾ. ഓടപ്പൂവിനെല്ലാം പൈസ അധികമാണോന്നറിയില്ല. ചെറുതിനൊക്കെ 100 രൂപ 125 രൂപയൊക്കെ അന്ന് ചോദിച്ചപ്പം പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാൻ.